നോൺ വെജില് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻ തന്നെയാ അല്ലേ? മീൻ കറിയാണ്. മീൻ എന്ന് പറയുന്നത് പലതരം ഉണ്ടല്ലോ അതിന്റെ പ്രിപ്പറേഷനിൽ. അതിൽ മീൻ കറിയാണ് എൻ്റെ ഫേവറേറ്റ്. അതെ, അതുകൊണ്ട് ഞാനിവിടെ അതുകൊണ്ടായിരുന്നു ചിക്കനും മറ്റോ ഒന്നും. അതെ, നോൺ വെജിൽ അതാണ്. വെജില് വേറെ, വെജാണ് എനിക്ക് അതിന് വളരെ താല്പര്യമുണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടം വാസ്തവത്തിൽ തൈര് സാധമാണ്. അതെ, പലർക്കും അതായിരിക്കില്ല. എനിക്ക് തൈര് സാധം കിട്ടിയാൽ ഞാൻ വിടില്ല. ചില ഫങ്ഷനോ അല്ലെങ്കിൽ മറ്റതിന് ഒക്കെ പോകുമ്പോൾ പലതും കൊണ്ട് വയ്ക്കുമല്ലോ, അതിൽ തൈര് സാധം ഉണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. നല്ല സ്വാദാ സാർ. അതിനൊരു മെഴുക്കുവരട്ടിയും ചമ്മന്തി അച്ചാറും ഒക്കെ ആയിട്ട് വേറെ ഒന്നും വേണ്ട, സന്തോഷം, അത് മാത്രം മതിയാവും. അതെ, സത്യം. പിന്നെ ആഹാരത്തിലും ഞാൻ വളരെ ഭ്രമം കാണിക്കുന്ന ആളല്ല. ഞാനൊരു യോഗ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആഹാരം കുറയ്ക്കുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക, പക്ഷേ ടൈം ഇങ്ങനെ കൊടുക്കും കൂടുതൽ. ഇപ്പോൾ 2 നേരം അല്ലെങ്കിൽ 3 നേരം എന്നുള്ളത് ചിലപ്പോൾ ഞാൻ 4 or 5 പ്രാവശ്യം കഴിക്കും, പക്ഷേ കുറവായിരിക്കും ക്വാണ്ടിറ്റി. അതാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ. ശരി. ആ ഒരു നിഷ്ഠയൊന്ന് പറഞ്ഞു തരുമോ സർ? ഒരു യോഗയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതൊക്കെ. ഞാനിക്കൊരു 10, 30 അല്ലെങ്കിൽ 40 വർഷമായിട്ട് എൻ്റെ ബോഡി വെയ്റ്റ് സെയിം ആണ് എല്ലാവർക്കും. എൻ്റെ ഡോക്ടറുണ്ട്, ഫാമിലി ഡോക്ടർക്കൊക്കെ അതിശയമാണ്. 64 കിലോയാണ് 30 വർഷം മുമ്പ്. ഇപ്പോഴും 65 63 64 കിലോയാണ്. അതൊക്കെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് പറഞ്ഞു തരണം. ഇതാണ് ഈ സ്റ്റഡി ആയിട്ടിരിക്കാൻ. മെലിയേണ്ട കാര്യം ഉണ്ടെങ്കിൽ മെലിയാം, കുഴപ്പമില്ല. അതെ, ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്. ക്വാണ്ടിറ്റി കുറച്ച് അതിൻ്റെ ടൈം ഉണ്ടല്ലോ, 2 or 3 നേരം എന്നുള്ളത് ഒരു 4 or 5 നേരം ആക്കിയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. അതാണ് ഏറ്റവും ശരീരത്തിനും ഇതിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ യോഗയുടെ ട്രീറ്റ്മെന്റ് അനുസരിച്ചാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. യോഗയിൽ ഇതും ഉണ്ട്, പലതും ഉണ്ട് യോഗയിൽ. അപ്പോൾ നമ്മൾ നിത്യം കഴിക്കുന്ന ആഹാരമാണോ അത് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ? നിത്യം കഴിക്കുന്നത് തന്നെ. ആഹാരത്തിലൊന്നും കുഴപ്പമില്ല. അത് വലിച്ചുവാരി കഴിക്കുന്ന ഒരു ശീലം ചിലർക്കുണ്ടല്ലോ. ചിലപ്പോൾ സമയത്ത് കഴിക്കാതെ ഏതെങ്കിലും സമയത്ത് കൂടുതലും കൺസ്യൂം ചെയ്യുക, അതൊന്നും പാടില്ല. അതെ, എന്തെങ്കിലും കുറച്ച് ആയിട്ട് കഴിക്കുക. അതാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത്. അതാണ് സർ എപ്പോഴും എവർഗ്രീൻ ആയിട്ടിരിക്കുന്നത്. അത് ഞാനത് പണ്ടേ കീപ്പ് ചെയ്യുന്ന ആളാണ്. ചേച്ചിക്കും അങ്ങനെ തന്നെയാ? ചേച്ചിയും ഇല്ല, അവർക്ക് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഒരു രീതിയുണ്ട്. ജോലി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനനുസരിച്ചായിരുന്നു. ഇപ്പോൾ ജോലിക്കല്ല, റിട്ടയർ ചെയ്തു. സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പം മകളുടെ കുഞ്ഞുണ്ട്, അപ്പോൾ എല്ലാം കൂടെ പല ജോലികളാണ്. അവർക്ക് അതിനനുസരിച്ചിട്ട്. പക്ഷെ സാർ പൊളിറ്റിക്സിലാകുമ്പോൾ സാറിന് ഒട്ടും നേരം കിട്ടുകയല്ലോ. പക്ഷെ ഇങ്ങനെ ചിട്ടയായിട്ട് ആഹാര കാര്യങ്ങളും ഹെൽത്തും ഒക്കെ നോക്കാൻ നേരം അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പൊളിറ്റിക്സിലെ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. വീടുമായിട്ടുള്ളതും അധികം ടൈം കിട്ടിയില്ല. വീട്ടിൽ നിന്നുള്ള ആഹാരം വളരെ കുറവായിട്ട് പലപ്പോഴും ചിലപ്പോൾ കിട്ടാൻ തന്നെ പറ്റില്ല. കാരണം അത്രയും പ്രോഗ്രാമായിരിക്കും, പുറത്ത് പ്രോഗ്രാമായിരിക്കും. എന്നാലും അത് എൻ്റെ സ്വകാര്യ ദുഃഖമാണ്. എന്നാലും ഞാനത് എവിടെയാണെങ്കിലും അതിനാണ് കൊടുക്കുന്നത്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ആഹാരം ഒഴിവാക്കും, നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീടുകളിലാക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിലെ ഭക്ഷണം. ആഹാരം എന്ന് പറയുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ വിശ്വസിച്ചൊന്നും കഴിക്കാൻ വയ്യ. എന്താ ചെയ്യുക? വീട്ടിലുള്ള ആഹാരമല്ലാതെ വീട്ടിലുള്ളത് വിശ്വസിക്കാൻ പറ്റുമോ? വെജിറ്റബിൾസ് പുറത്തുനിന്നാണ്. അപ്പം ഞങ്ങൾ ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും വിഷമാണ്, മായമാണ്. ആഹാരത്തിൽ മായം, ഇതിൽ വിഷമാണ്. വാസ്തവത്തിൽ നമ്മൾ മലയാളികൾ ആകെ ചിന്തിക്കേണ്ട ഒരു വിഷയം ആഹാരത്തിൻ്റെ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മൾ ഗൗരവമായി കാണണം. ഇപ്പോൾ ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണെങ്കിലും ഇമാതിരി കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓണം സീസണിൽ ഞങ്ങൾ ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഇതൊന്നും ഇല്ലാതെ, കീടനാശിനി ഇല്ലാത്ത വിഷരഹിത പച്ചക്കറി ഞങ്ങൾ കൃഷി ആരംഭിച്ചു. വലിയ സക്സസ്, നല്ല അപ്രീസിയേഷൻ ഉണ്ടായി. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു സ്വയം പര്യാപ്തത നമ്മുടെ ബുദ്ധിമുട്ടാണ് കേരളത്തിലിപ്പോൾ. കേരളത്തിൻ്റെ കൾച്ചർ തന്നെ മാറിപ്പോയി, അഗ്രികൾച്ചറൊക്കെ. പക്ഷേ വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് 1 or 2 വർഷം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അത് വേണമെന്നാണ് ഞങ്ങളൊക്കെ
സർ, നമ്മുടെ ഗവൺമെന്റ് വിചാരിച്ചാൽ നമുക്ക് കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ തരിശു ഭൂമികളുണ്ട്. അത് നമ്മൾ ഈ കുടുംബശ്രീ ആൾക്കാരെ ഒക്കെ വെച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ കൃഷി ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനുള്ള എഫേർട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എടുത്ത് പരിശോധിച്ചാൽ നല്ല റിസൾട്ടാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ അവയർനെസ് വന്നിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ, ഇപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ശ്രീനിവാസനാണ്, സിനിമ. അതെ, പിന്നെ അദ്ദേഹമായിട്ട് എനിക്ക് വലിയ ലിങ്ക് ഉണ്ട്. അദ്ദേഹത്തിന് വലിയൊരു ഫാമല്ല, ഒരു ഗ്രൂപ്പ് ഉണ്ട്, 10,000 പേരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അദ്ദേഹം നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പല പല ആളുകളും രംഗത്ത് വരുന്നുണ്ട്. നാട് എവിടെയാണ് സർ? എൻ്റെ ഡയറക്റ്റ് അമ്മയുടെയും എൻ്റെ പേരൻസ് നോക്കിയാൽ ഇപ്പോൾ നെടുമങ്ങാടാണ്. പക്ഷേ അവരുടെ അച്ഛനും അമ്മയും വർക്കലയാണ്. ഞങ്ങൾ വർക്കലയിൽ നിന്ന് ആണ് അമ്മയുടെ അമ്മയും ഒക്കെ ആയിട്ട് നെടുമങ്ങാടേക്ക്. വെച്ചാൽ അമ്മയുടെ അച്ഛന് ജോലി ഉണ്ട്, ഈ ഇന്നത്തെ വില്ലേജ് ഓഫീസർ എന്ന് പറയും, പഴയ അധികാരി എന്നാണ്. വെച്ചാൽ 60-70 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അങ്ങനെ ജോലിക്ക് വേണ്ടി നെടുമങ്ങാട് വന്നു. ഈ ജോലിക്ക് വേണ്ടി അവിടെ സെറ്റിൽ ചെയ്തു. പിന്നെ നെടുമങ്ങാടായി. ഞാനൊരു ജനിച്ച ഒരു 10ാം ക്ലാസ് വരെ നെടുമങ്ങാടായിരുന്നു. ഒരു 60കളിൽ അല്ലെങ്കിൽ 70കളിൽ ഞാൻ ട്രിവാൻഡ്രത്തേക്ക്, ആദ്യം പേരൂർക്കടയിലായിരുന്നു താമസം, കൃഷ്ണൻകോവിലിൻ്റെ അവിടെയായിരുന്നു. പിന്നെ കുറവൻകുളം ആ ഭാഗത്ത്, അന്നൊക്കെ വാടകയ്ക്കുള്ള വീട്ടിലായിരുന്നു. പിന്നെ ആയുർവേദ കോളേജിൻ്റെ അവിടെയായിരുന്നു. പിന്നീട് നമ്മുടെ കുടുംബം, വൈഫിൻ്റെ കുടുംബം ആയുർവേദ കോളേജ് കുന്നുകുഴിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വൈഫിൻ്റെ അമ്മയുടെ കുടുംബ വീടാണ് നമ്മുടെ വീട്, അവിടെയാണ്. അവിടെയും ഒരു ഷെയർ ഉണ്ട്. പിന്നെ വേറൊരു സ്ഥലം ആയിരുന്നു ആയുർവേദ കോളേജ്, അവിടെ ഞങ്ങൾ താമസിച്ചു. ഞാൻ പിന്നെ നിയമസഭാ സ്പീക്കറൊക്കെ ആകുന്ന സമയത്ത് അവിടെ വിട്ടു, അവിടെ വീടുണ്ട്. പിന്നെ ഇപ്പോൾ താമസിക്കുന്നത് പാറ്റൂരിലൊരു ഹൗസിംഗ് കോളനി ഉണ്ട്. ഫ്ലാറ്റുകളാണ് കൂടുതൽ, ഞങ്ങളൊരു ചെറിയ വീടാണ്, അവിടെയാണ് ഇപ്പോൾ താമസമായിട്ടുള്ളത്. ഒരു 10-20 വർഷമായിട്ട് അവിടെ.